Very good morning to one and all, and warm welcome to our 45th online class. Tax invoice ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അതിൽ റൂൾ 48 കൂടി നമുക്ക് പഠിക്കാനുണ്ട്. റൂൾ 48 പറയുന്നത് മാനർ ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് എങ്ങനെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ടാക്സ് ഇൻവോയ്സ് എന്നും അതിൽ ആരൊക്കെയാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതും എന്തൊക്കെ കണ്ടൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനർ ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ആസ് പെർ റൂൾ 48 അക്കോർഡിംഗ് ടു CGST ആക്ട് 2017 ആണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. The invoice shall be prepared in triplicate in case of supply of goods in the following manner. 3 കോപ്പി ആയിട്ടാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് എത്ര എണ്ണം ഇഷ്യൂ ചെയ്യണം? 3 എണ്ണം ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട്. ദി ഒറിജിനൽ കോപ്പി ബീങ് മാർക്ക്ഡ് ആസ് ഒറിജിനൽ ഫോർ റെസിപ്പിയൻറ്റ്. ആദ്യത്തെ കോപ്പി, അതായത് അതിൻ്റെ ഒറിജിനൽ കോപ്പിയെ നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്യുന്നു? ഒറിജിനൽ ഫോർ റെസിപ്പിയൻറ്റ്. ആരാണോ റെസിപ്പിയൻറ്റ് അദ്ദേഹത്തിനുള്ളൊരു കോപ്പിയാണ് ഒറിജിനൽ കോപ്പി എന്നുള്ളത്. അതെന്തായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്? ഒറിജിനൽ ഫോർ റെസിപ്പിയൻറ്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കോപ്പി, ദാറ്റ് ഈസ് ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ട്രാൻസ്പോർട്ടർ. ആരാണോ ട്രാൻസ്പോർട്ടർ, ആരാണോ ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത്, ആ ട്രാൻസ്പോർട്ടർക്കുള്ളതാണ് സെക്കൻഡ് കോപ്പി, അതായത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത്. ദ ട്രിപ്ലിക്കേറ്റ് കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ട്രിപ്ലിക്കേറ്റ് ഫോർ ദ സപ്ലയർ. തേർഡ് കോപ്പി, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ട്രിപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയുന്നത്. അത് ആർക്ക് കൈവശം വയ്ക്കാനുള്ളതാണ്? സപ്ലയർക്ക് കൈവശം വയ്ക്കാനുള്ളതാണ്. അപ്പോൾ 3 കോപ്പിയാണ് നമ്മൾ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് കോപ്പി റെസിപ്പിയൻറ്റിനും, രണ്ടാമത്തെ കോപ്പി ദാറ്റ് ഈസ് ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ട്രാൻസ്പോർട്ടർക്കും, തേർഡ് കോപ്പി ദാറ്റ് ഈസ് ദ ട്രിപ്ലിക്കേറ്റ് കോപ്പി ആർക്കുള്ളതാണ്? സപ്ലയർക്കുള്ളതാണ്. ഒറിജിനൽ കോപ്പി ആരുടെ കൈവശമാണ് ഉണ്ടായിരിക്കുക? റെസിപ്പിയൻറ്റിൻ്റെ കൈവശമായിരിക്കും ഉണ്ടായിരിക്കുക. ദ ഇൻവോയ്സ് ഷാൽ ബി പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ ദ ഫോളോയിങ് മാനർ. ഇനി സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ 3 കോപ്പി ഉണ്ടാക്കും എന്ന് നമ്മൾ പറഞ്ഞു. സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ എത്ര കോപ്പി ഉണ്ടാക്കിയാൽ മതിയും? 2 കോപ്പിയാണ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഒറിജിനൽ കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഒറിജിനൽ ഫോർ റെസിപ്പിയൻറ്റ് ആൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ദ സപ്ലയർ. ഒരിക്കലും ട്രാൻസ്പോർട്ടർക്ക് ഉണ്ടായിരിക്കില്ല. അതായത് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എന്താണ്? സർവീസാണ്. അതുകൊണ്ട് ഒറിജിനൽ കോപ്പി ആർക്കുള്ളതാണ്? റെസിപ്പിയൻറ്റിനും. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആർക്കുള്ളതാണ്? സപ്ലയർക്കും ഉള്ളതാണ്. The serial number of invoices issued during a tax period shall be furnished electronically through the common portal in form GSTR 1. ഇനി ഇൻവോയ്സിൻ്റെ സീരിയൽ നമ്പർ എങ്ങനെയായിരിക്കും ഇഷ്യൂ ചെയ്യേണ്ടത്? ടാക്സ് പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അത് ഫർണിഷ്ഡ് ഇലക്ട്രോണിക്കലി GSTR 1 പ്രകാരം ഇലക്ട്രോണിക്കലായിട്ട് GSTയുടെ കോമൺ പോർട്ടലിൽ അതെന്ത് ചെയ്യേണ്ടതാണ്? നോട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സീരിയൽ നമ്പർ ഓഫ് ഇൻവോയ്സസ് ഇഷ്യൂഡ് ഡ്യൂറിങ് ദ ടാക്സ് പീരീഡ്, ഏത് ടാക്സ് പീരീഡിൽ ഏത് നമ്പർ മുതൽ, ഇപ്പോൾ 101 തുടങ്ങി 125 വരെയുള്ള ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് GSTR 1 പ്രകാരം ഇലക്ട്രോണിക്കലായിട്ട് GSTയുടെ കോമൺ പോർട്ടലിൽ എന്ത് ചെയ്യേണ്ടതാണ്? പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാനർ ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് റൂൾ 48 പ്രകാരം എന്തൊക്കെയാണ് പറയുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ 3 കോപ്പി ഇഷ്യൂ ചെയ്യണം. അതേസമയം സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ എത്ര കോപ്പി ഇഷ്യൂ ചെയ്താൽ മതി? 2 കോപ്പി ഇഷ്യൂ ചെയ്താൽ മതി. സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ 3 കോപ്പിയിലെ ഒറിജിനൽ കോപ്പി ആരുടെ കൈവശമായിരിക്കും? റെസിപ്പിയൻറ്റിൻ്റെ കൈവശവും. രണ്ടാമത്തെ കോപ്പി ട്രാൻസ്പോർട്ടർക്കും, തേർഡ് കോപ്പി ആർക്കുള്ളതാണ്? സപ്ലയർക്കുള്ളതാണ്. ഇനി സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ 2 കോപ്പിയിൽ ഒറിജിനൽ കോപ്പി റെസിപ്പിയൻറ്റിനും, സെക്കൻഡ് കോപ്പി ദാറ്റ് ഈസ് ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആർക്കുള്ളതാണ്? സപ്ലയർക്കുള്ളതാണ്. ഇത് ടാക്സ് പീരീഡിൽ ഏതൊക്കെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് ഇലക്ട്രോണിക്കലായിട്ട് GSTയുടെ കോമൺ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനുപയോഗിക്കുന്ന ഫോം ഏതാണ്? GSTR 1 എന്ന് പറയുന്ന ഫോമിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ദാറ്റ് ബിൽ ഓഫ് സപ്ലൈ. നമ്മൾ പറഞ്ഞിരുന്നു ടാക്സ് ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിൽ ഏത് ഇഷ്യൂ ചെയ്താലും മതിയും? ബിൽ ഓഫ് സപ്ലൈയെ ഇഷ്യൂ ചെയ്താലും മതി.
അതിൽ എന്തൊക്കെയാണ് കണ്ടൻസ്? സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ അത് ബിൽ ഓഫ് സപ്ലൈ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ കണ്ടൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ ബിൽ ഓഫ് സപ്ലൈ? ടാക്സ് ഇൻവോയ്സിൽ പറഞ്ഞ പോലെ തന്നെ ബിൽ ഓഫ് സപ്ലൈയിലും എന്തൊക്കെ കണ്ടൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഓർ സപ്ലൈ ബൈ എ കോമ്പോസിഷൻ ഡീലർ ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ് എ ബിൽ ഓഫ് സപ്ലൈ ഷാൽ ബി ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ. എപ്പോഴൊക്കെയാണ് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത്? എക്സംപ്റ്റഡ് ഗുഡ്സോ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ അതും ഒരു കോമ്പോസിഷൻ ഡീലറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ടാക്സ് ഇൻവോയ്സിന് പകരം എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ ഫോളോയിങ് ഡീറ്റെയിൽസ്: നെയിം, അഡ്രസ് ആൻഡ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദ സപ്ലയർ, എ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബിൽ ഓഫ് സപ്ലൈ, നെയിം, അഡ്രസ് ആൻഡ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓർ UIN if registered of the recipient, harmonized system of nomenclature code, that is the HSN code for goods or service, description of goods or service or both, value of supply of goods or service or both taking into account discount etc., signature or digital signature of the supplier or his authorized representative. ഇത്രയും കാര്യങ്ങളാണ് ബിൽ ഓഫ് സപ്ലൈയിൽ ഉണ്ടായിരിക്കേണ്ടത്. സപ്ലയറുടെ ആയാലും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിൻ്റെയും പേര്, അഡ്രസ്സ്, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ UIN നമ്പർ ഉള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്തിരിക്കണം. ഇനി ഏതൊക്കെയാണ് സപ്ലൈ ഓഫ് ബിൽ ഓഫ് സപ്ലൈയിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ HSN കോഡ് ഉണ്ടെങ്കിൽ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ HSN കോഡ്, ദാറ്റ് ഈസ് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ കോഡ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിരിക്കണം. ഇനി എങ്ങനെയുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആണ് സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കണം, വാല്യൂ ഓഫ് ദ ഗുഡ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടായിരിക്കണം, അതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സപ്ലയറുടെ മാനുവൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ഇനി സപ്ലയർ അല്ല, ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ റൂൾ 55 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഡെലിവറി ചലാൻ. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡെലിവറി ചലാനോട് കൂടിയിട്ടാണ് ട്രാൻസ്പോർട്ടർ ഗുഡ്സ് ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതായത് സപ്ലയറുടെ കയ്യിൽ നിന്ന് റെസിപ്പിയൻറ്റിൻ്റെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കണം? ട്രാൻസ്പോർട്ടറുടെ കയ്യിൽ ഡെലിവറി ചലാൻ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് റൂൾ 55 CGST ആക്ട് 2017 പ്രകാരം പറയുന്നത്. For the purpose of supply of liquid gas, transportation of goods for job work, transportation of goods for reasons other than by way of supply or such other supplies as may be notified by the board, transportation may be done without issue of tax invoice. ചില പ്രൊഡക്ട്സിന് ചില സന്ദർഭങ്ങളിൽ ടാക്സ് ഇൻവോയ്സ് ഇല്ലാതെ തന്നെ ഗുഡ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണ് ഗുഡ്സ്, ഏതൊക്കെയാണ് സിറ്റുവേഷൻസ്? ലിക്വിഡ് ഗ്യാസ് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ജോബ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റീസൺ കാരണം ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്, അത് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ബോർഡ് CGSTയുടെ ബോർഡ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള റീസൺസ് ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സ് ഇല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയാണെങ്കിൽ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഡെലിവറി ചലാൻ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, in such a case the supplier or the consignor may issue a delivery challan containing the following details. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു കൺസൈനർ അല്ലെങ്കിൽ ഒരു സപ്ലയർ ഡെലിവറി ചലാൻ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഡെലിവറി ചലാൻ ഇഷ്യൂ ചെയ്യാനുള്ള റീസൺസ് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് എന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായില്ലേ? അതായത് ലിക്വിഡ് ഗ്യാസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ജോബ് വർക്കിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റീസൺ കൊണ്ടാണ്, അത് ബോർഡ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു റീസൺ ആണ്, അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈസ് എന്ന് പറയുന്നത് ആണെങ്കിൽ. അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാത്ത കേസുകളിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു സപ്ലയർക്ക് അല്ലെങ്കിൽ കൺസൈനർക്ക് ഡെലിവറി ചലാൻ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെലിവറി ചലാനിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഡേറ്റ് ആൻഡ് നമ്പർ ഓഫ് ഡെലിവറി ചലാൻ, നെയിം, അഡ്രസ് ആൻഡ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദ കൺസൈനർ ഇഫ് രജിസ്റ്റേർഡ്, നെയിം, അഡ്രസ്, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ or UIN of the consignee if registered,
HSN code and description of goods, quantity, taxable value, tax rate and tax amount, place of supply in case of the interstate movement, signature. ഇത്രയാണ് ഡെലിവറി ചലാനിൽ വേണ്ടത്. എന്നാണ് ഡെലിവറി ചലാനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ ഡെലിവറി ചലാൻ്റെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ സപ്ലയറോ കൺസൈനിയും രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കൺസൈനറുടെയും കൺസൈനിയുടെയും എന്തൊക്കെ വേണം, പേര്, അഡ്രസ്സ്, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതുമല്ല UIN നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി സ്പെസിഫൈ ചെയ്തിരിക്കണം. HSN കോഡ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗുഡ്സ്, ക്വാണ്ടിറ്റി, ടാക്സബിൾ വാല്യൂ, ടാക്സ് റേറ്റ്, ടാക്സ് എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ ഡെലിവറി ചലാനിലുണ്ടായിരിക്കണം. പിന്നെ ഉണ്ടായിരിക്കേണ്ടത് സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. എവിടെ നിന്നാണോ സപ്ലൈ ചെയ്യുന്നത് അത് ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലും എന്ത് ചെയ്യണം, പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നതും ഡെലിവറി ചലാനിൽ ഉണ്ടായിരിക്കണം. The delivery challan shall be prepared in triplicate in case of supply of goods. ഇനി എത്ര കോപ്പി ഡെലിവറി ഓഫ് ചലാൻ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യണം? 3 കോപ്പിയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഒറിജിനൽ കോപ്പി കൺസൈനിക്കും, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ട്രാൻസ്പോർട്ടർക്കും, തേർഡ് കോപ്പി ട്രിപ്ലിക്കേറ്റ് കോപ്പി ആർക്കായിരിക്കും? കൺസൈനർക്കായിരിക്കും. അപ്പോൾ ഒറിജിനൽ കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഒറിജിനൽ ഫോർ കൺസൈനി. അപ്പോൾ ഒറിജിനൽ കോപ്പി ആർക്കുള്ളതാണ്? കൺസൈനിക്കാണ്. ആ ഒറിജിനൽ കോപ്പിയിൽ എന്ത് മാർക്ക് ചെയ്തിരിക്കണം? ഒറിജിനൽ ഫോർ കൺസൈനി. ഇനി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആർക്കുള്ളതാണ്? ട്രാൻസ്പോർട്ടർക്കുള്ളതാണ്. ദ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ബീയിങ് മാർക്ക്ഡ് ആസ് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ട്രാൻസ്പോർട്ടർ എന്ന് നോട്ടിഫൈ ചെയ്തിരിക്കണം. The triplicate copy being marked as triplicate for the consignor. അപ്പോൾ തേർഡ് കോപ്പി, അതായത് ട്രിപ്ലിക്കേറ്റ് കോപ്പി ആർക്കുള്ളതാണ്? അത് കൺസൈനർക്കുള്ളതാണ്. അതിൽ എന്ത് മാർക്ക് ചെയ്തിരിക്കണം? ട്രിപ്ലിക്കേറ്റ് ഫോർ ദ കൺസൈനർ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് തന്നെ നോട്ട് ചെയ്തിരിക്കണം. As per Rule 55A, the person in charge of the transportation shall carry a copy of the tax invoice or the bill of supply or delivery challan in a case where such a person is not required to carry an e-way bill. ഒരു e-way ബില്ലല്ല ക്യാരി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ വെക്കാം? ടാക്സ് ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈയോ അതും അല്ലെങ്കിൽ ഡെലിവറി ചലാൻ റൂൾ 55A പ്രകാരം വെക്കാവുന്നതാണ്. അപ്പോൾ റൂൾ 55A എന്ന് പറയുന്നത് GST ആക്ട് 2017 എന്താണ് പറയുന്നത്? ഒരു പേഴ്സൺ ആരാണോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്, ആ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു എണ്ണം ഉണ്ടായിരിക്കണം. ഏതിലെങ്കിലും ഒന്ന് ഏതാണ്? ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഡെലിവറി ചലാൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രാൻസ്പോർട്ടറുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇൻ കേസ് വെയർ സച്ച് എ പേഴ്സൺ ഈസ് നോട്ട് റിക്വയർഡ് ടു ക്യാരി ആൻഡ് ഇ-വേ ബില്ല് ഇലക്ട്രോണിക്കലായിട്ടുള്ള ബില്ല് ക്യാരി ചെയ്യാത്ത ഒരു പേഴ്സൺ ആണെങ്കിലാണ് ഐദർ ദ ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഡെലിവറി ചലാൻ എന്ന് പറയുന്നത് റൂൾ 55A പ്രകാരം CGST ആക്ട് 2017 ട്രാൻസ്പോർട്ടർ ആരാണോ ആ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് കൈവശം ഉണ്ടായിരിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഡെലിവറി ചലാൻ എന്താണെന്നുള്ളതും അതിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് ഇ-വേ ബില്ലാണ്. ദാറ്റ് ഈസ് സെക്ഷൻ 68. CGST ആക്ട് സെക്ഷൻ 68 പ്രകാരമാണ് ഇ-വേ ബില്ല് എന്ന് പറയുന്നത് എന്താണെന്നും അതിൽ എന്തൊക്കെയാണ് കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്. CGST ആക്ട് 2017 റൂൾ 138 ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇ-വേ ബില്ല് എന്താണെന്നുള്ളതും അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടൻസ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. An e-way bill is to be generated by the registered person or transporters who cause movement of goods or consignment before the commencement of such movement. ആരാണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടറോ ആണ് ഒരു ഇ-വേ ബില്ല് ഇലക്ട്രോണിക് ബില്ല് ഇഷ്യൂ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്? എപ്പോഴാണ് ജനറേറ്റ് ചെയ്യേണ്ടത്? ഹൂ കോസ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് മൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് നടത്തുമ്പോഴോ ഈ കൺസൈൻമെൻറ്റിന് മുമ്പായിട്ട് തന്നെ അല്ലെങ്കിൽ മൂവ്മെൻറ്റിന് മുമ്പായിട്ട് തന്നെ എന്ത് ഇഷ്യൂ ചെയ്യണം? ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇ-വേ ബില്ല് എന്ന് പറയുന്നത് ആരാണ് ജനറേറ്റ് ചെയ്യേണ്ടത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. കൺസൈൻമെൻറ്റിനോ അല്ലെങ്കിൽ ഗുഡ്സ് മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ?
E-way bill will be generated when there is a movement of goods of value more than 50,000 in relation to supply or for reasons other than a supply like a return, job work, etc. or due to inward supply from an unregistered person. ഇനി E-way bill generate ചെയ്യുമ്പോൾ സ്പെഷ്യൽ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. മൂവ്മെൻറ്റ് ഓഫ് ദ ഗുഡ്സ് എന്ന് പറയുന്നത് വാല്യൂ 50,000-നേക്കാൾ മേലെയാണെങ്കിൽ നമ്മൾ ഏത് ബില്ലാണ് ജനറേറ്റ് ചെയ്യേണ്ടത്? E-way ബില്ലാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇൻ റിലേഷൻ ടു സപ്ലൈ ഓർ ഫോർ റീസൺസ് അതർ ദാൻ സപ്ലൈ, സപ്ലൈ അല്ലാതെ നമ്മളൊരു റിട്ടേൺ കൊടുക്കുകയാണ്, ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ജോബ് വർക്കിന് വേണ്ടിയിട്ടാണ് ഗുഡ്സ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? E-way ബില്ല് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓർ ഡ്യൂ ടു ഇൻവേർഡ് സപ്ലൈ ഫ്രം എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നാണ് സപ്ലൈ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കേസിലും നമുക്ക് ഇൻവേർഡ് ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? E-way ബില്ല് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് E-way ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വാല്യൂ 50,000-നേക്കാൾ മേലെയാണെങ്കിലോ, അല്ലെങ്കിൽ ആ സപ്ലൈ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റീസൺ, റിട്ടേണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് വർക്കിനോ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണിന് ഇൻവേർഡ് സപ്ലൈ ആണെങ്കിൽ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു E-way ബില്ല് ജനറേറ്റ് ചെയ്യണം. E-way bill is required for interstate movement and intrastate movement of goods. ഇനി ഇൻറ്റർസ്റ്റേറ്റ് ആയിക്കോട്ടെ ഇൻട്രാസ്റ്റേറ്റ് ആയിക്കോട്ടെ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാവുന്നതാണ്? E-way ബില്ല് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. For the purpose of generation of E-way bill, a registered person causing movement of goods shall furnish information relating to the goods as specified in Part A of Form GST EWB 01. ഇനി എപ്പോഴാണ് ഫോം നമ്പർ GST EWB 01 എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് ജനറേഷൻ ഓഫ് E-way bill, എ രജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അദ്ദേഹം ഒരു ഗുഡ്സ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ഫർണിഷ് ചെയ്തിരിക്കണം? ഈ എന്ത് ഗുഡ്സാണോ ഈ മൂവ് ചെയ്യുന്നത്, E-way ബില്ല് പ്രകാരം ഏത് ഗുഡ്സാണോ സപ്ലൈ ചെയ്യുന്നത്, ആ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്തിൽ പറഞ്ഞിരിക്കണം? പാർട്ട് എ ഓഫ് ഫോം GST EWB 01. ഫോം GST EWB 01 അതിൻ്റെ പാർട്ട് എ ഭാഗത്തിൽ ഏത് ഗുഡ്സാണോ E-way ബില്ല് പ്രകാരം ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും ഈ ഫോമിൽ ഉണ്ടായിരിക്കണം. On an authorization received from the registered person, the transporter may furnish information in Part A of Form GST EBW 01. ഇനി ഇവിടെ വരുന്നത് എന്താണ്? സപ്ലയർ അല്ല, ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണ്, അതും ഒരു രജിസ്റ്റേർഡ് ഓൺ ആൻ ഓതറൈസേഷൻ റിസീവ്ഡ് ഫ്രം എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു രജിസ്റ്റേർഡ് പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓതറൈസേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് E-way ബില്ല് സപ്ലൈ ചെയ്യാവുന്നതാണ്? ഒരു ട്രാൻസ്പോർട്ടർക്ക് സപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ടർ എന്ത് ചെയ്തിരിക്കണം? ഫർണിഷ് ദ ഇൻഫർമേഷൻ ഇൻ പാർട്ട് എ ഓഫ് ഫോം GST EBW 01. ഈ കേസിൽ അതായത് ഇലക്ട്രോണിക് ആയിട്ടുള്ള ബില്ല് കൊടുക്കുന്നത് ആരാണ്? ട്രാൻസ്പോർട്ടറാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പാർട്ട് എ ഫോം GST EBW 01 പ്രകാരം അതിൽ പറയുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും സ്പെസിഫൈ ചെയ്തിരിക്കണം. If the goods are transported or supplied through e-commerce operator or a courier agency, they shall furnish information in Part A of Form GST EBW 01. ഇനി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇ-കോമേഴ്സ് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു കൊറിയർ ഏജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും പാർട്ട് എ ഫോം GST EBW 01 സ്പെസിഫൈ ചെയ്തിരിക്കണം. The information in Part A shall be submitted electronically on the common portal of GST. എവിടെയാണ് ഇത് ഫർണിഷ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു 3 സിറ്റുവേഷനിൽ ഈ പറയുന്ന എന്ത് ഗുഡ്സാണോ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഗുഡ്സാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു, ഫർണിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏത് കേസിൽ എവിടെയാണ് അത് ഫർണിഷ് ചെയ്യേണ്ടത്? GSTയുടെ കോമൺ പോർട്ടലിൽ ആണ് പാർട്ട് എയിൽ പറയുന്ന ഇൻഫർമേഷൻസ് സ്പെസിഫിക് ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുള്ളത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം? പാർട്ട് എ ഫോം GST EBW എന്ന് പറയുന്ന
പറയുന്ന ഫോമിൽ EBW01 എന്ന് പറയുന്ന ഫോമിൽ ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനി ഒരു ഓതറൈസേഷൻ ഇദ്ദേഹം ഒരു ട്രാൻസ്പോർട്ടർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് എന്ത് ചെയ്യേണ്ടത്? പാർട്ട് എ ഫോം GST EBW01 ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യേണ്ടത്. ഇനി ഒരു ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത് ഒരു ഇ-കോമേഴ്സ് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു കൊറിയർ ഏജൻ്റ് ആണെങ്കിൽ അദ്ദേഹമായിരിക്കും ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ഫർണിഷ് ചെയ്യേണ്ടത്. അതും ഏതിലാണ്? പാർട്ട് എ ഫോം GST EBW01. അപ്പോൾ 3 കേസിലുണ്ട്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹമോ, അല്ലെങ്കിൽ ഒരു ഓതറൈസേഷൻ കിട്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടർ ആണെങ്കിൽ അദ്ദേഹമോ, അല്ലെങ്കിൽ ഒരു ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ അവരോ, അല്ലെങ്കിൽ ഒരു കൊറിയർ ഏജൻ്റ് ആണെങ്കിൽ അവരാണ് ഈ പാർട്ട് എ ഫോം GST EBW01 സപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. അത് എവിടെയാണ് കൊടുക്കേണ്ടത്? GSTയുടെ കോമൺ പോർട്ടലിലാണ് ഈ പറയുന്ന പാർട്ട് എയിൽ പറയുന്ന ഇൻഫോർമേഷൻസ് ഫർണിഷ് ചെയ്യേണ്ടത്. An e-way bill can be generated by a registered person, transporter and an unregistered person. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു e-way ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് ആരൊക്കെയായിരിക്കാം? ഒരു രജിസ്റ്റേർഡ് പേഴ്സണോ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണോ, അതും അല്ലെങ്കിൽ ആരാവാം? ഒരു ട്രാൻസ്പോർട്ടർ ആവാം. ദ e-way bill generated shall be valid as given below. ഇനി ഒരു ഇലക്ട്രോണിക് ബിൽ, അതായത് e-way ബില്ല് എന്ന് പറയുന്നത് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ e-way ബില്ല് ഇഷ്യൂ ചെയ്യേണ്ടത്? The over-dimensioned cargo, that is the cargo carried outside the leading deck of the vehicle as in the case of gas, petroleum, etc. 1 day up to 20 kilometers and 1 additional day for every additional 20 kilometers or part thereof. Over-dimensional cargo, അതായത് കാർഗോ എന്ന് പറയുന്നത് എങ്ങനെയുള്ളത് വെഹിക്കിൾ ആയിരിക്കണം? കാർഗോ ക്യാരിഡ് ഔട്ട്സൈഡ് ദ ലീഡിങ് ഡക്ക് ഓഫ് ദ വെഹിക്കിൾ, അതായത് നമ്മൾ ഗ്യാസ് പെട്രോളിയം ഒക്കെ കൊണ്ടുവരുന്ന വണ്ടികളില്ലേ, ആ ടൈപ്പാണ് വെഹിക്കിളിലാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള e-way ബില്ലായിരിക്കും? 1 day up to 20 kilometers. ഒരു ദിവസം എത്ര കിലോമീറ്ററേ ഇവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? 20 കിലോമീറ്റർ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 1 additional day for every additional 20 kilometers or part thereof. ഒരു ദിവസത്തിന് 20 കിലോമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അഡീഷണൽ വാലിഡിറ്റി ഉണ്ടായിരിക്കും. For cargo other than over-dimensional cargo, over-dimensional cargo അല്ലാത്തൊരു കാർഗോ ആണെങ്കിൽ 1 day up to 100 kilometers and 1 additional day for every additional 100 kilometers or part thereof. ഒരു ദിവസം 100 കിലോമീറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ അഡീഷണൽ കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യാം? അടുത്ത ദിവസം പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ദിവസം എത്ര കിലോമീറ്ററേ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? 100 കിലോമീറ്റർ ആണ് e-way ബില്ല് പ്രകാരം മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. However, e-way bill is not required to be generated in the case of, അപ്പോൾ e-way ബില്ല് ആവശ്യമില്ലാത്ത കേസുകൾ ഏതൊക്കെയാണ്? liquefied petroleum gas for supply to household and non-domestic exempted category. പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത് വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡേറ്റഡ് പെട്രോളിയം ആണ്. അതുപോലെ തന്നെ നോൺ ഡൊമസ്റ്റിക് എക്സംപ്റ്റഡ് കാറ്റഗറിയിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ e-way ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കെറോസിൻ ഓയിൽ സോൾഡ് അണ്ടർ PDS പ്രകാരം കെറോസിൻ ഓയിൽ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, വിൽക്കുന്നുണ്ടെങ്കിൽ ആ കേസിലും എന്താവശ്യമില്ല? e-way ബില്ല് ആവശ്യമില്ല. പോസ്റ്റൽ ബാഗേജ് ട്രാൻസ്പോർട്ടഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റൽ ബാഗേജ് ആണെങ്കിൽ എന്താവശ്യമില്ല? e-way ബില്ല് ആവശ്യമില്ല. Natural or cultured pearls and precious or semi-precious stone metals etc. ഇനി കൾച്ചർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നോൺ കൾച്ചർ ചെയ്തിട്ടുള്ള നേച്ചുറൽ ആയിട്ടുള്ള പേളോ അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റോണോ മെറ്റൽ ആണെങ്കിൽ എന്താവശ്യമില്ല? e-way ബില്ല് ആവശ്യമില്ല. ജ്വല്ലറി, കറൻസി, യൂസ്ഡ് പേഴ്സണൽ ഹൗസ് ഹോൾഡ് ഇഫക്റ്റ്, കോറൽ, അൺവർക്ക്ഡ് ആൻഡ് വർക്ക്ഡ്, ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ, അതായത് ജ്വല്ലറിയോ കറൻസിയോ അല്ലെങ്കിൽ കോറലോ, അത് പോളിഷ് ചെയ്തിട്ടുള്ളതോ പ്രോസസ്സ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാത്തതോ, പേഴ്സണൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഇഫക്റ്റിനുള്ള എനി ഗുഡ്സ് ആണെങ്കിൽ എന്താവശ്യമില്ല? e-way ബില്ല് ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? e-way ബില്ല് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് വാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷനലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ ഡയമെൻഷണൽ കാർഗോ ആണെങ്കിൽ, അതായത് കാർഗോ ക്യാരിഡ് ഔട്ട്സൈഡ്
ദ ലീഡിംഗ് ഡക്ക് ഓഫ് ദ വെഹിക്കിൾ ആസ് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ഓർ പെട്രോളിയം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 20 കിലോമീറ്ററേ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അഡീഷണൽ ദിവസങ്ങൾ അവർ 20 കിലോമീറ്റർ വെച്ചിട്ട് അവർക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള ഓവർ ഡൈമെൻഷണൽ കാർഗോ അല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം എത്ര കിലോമീറ്റർ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും? 100 കിലോമീറ്റർ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രോണിക് ബില്ല് ആവശ്യമില്ലാത്ത ജനറേറ്റ് ചെയ്യേണ്ടാത്ത പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ലിക്വിഡേറ്റഡ് പെട്രോളിയം ഹൗസ് ഹോൾഡിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ നോൺ ഡൊമസ്റ്റിക് എക്സംപ്റ്റഡ് കാറ്റഗറി NDEC പ്രൊഡക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിലും EVA ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കെറോസിൻ ഓയിൽ വിറ്റിട്ടുള്ളത് പോസ്റ്റൽ ബാഗേജ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നേച്ചുറലോ അല്ലെങ്കിൽ കൾച്ചേർഡ് ആയിട്ടുള്ള പേള്, പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണുകൾ, മെറ്റൽ, ജ്വല്ലറി, കറൻസി, കോറല്, പേഴ്സണലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഹൗസ് ഹോൾഡ് ഇഫക്റ്റിലുള്ള എനി ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? EVA ബില്ല് ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ EVA ബില്ലിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും. നമ്മൾ GSTയുടെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ക്രെഡിറ്റ് നോട്ട് എന്നും അതുപോലെ തന്നെ എന്താണ് ഡെബിറ്റ് നോട്ട് എന്നും അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നും കൂടി റിവൈസ് ചെയ്തു പോകുന്നതേ ഉള്ളൂ. ആ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. സെക്ഷൻ 34 ആണ് ക്രെഡിറ്റ് നോട്ടിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡെബിറ്റ് നോട്ടിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത്. അപ്പം നിങ്ങളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടിൻ്റെ പ്രൊവിഷൻ തരുന്നത് സെക്ഷൻ 34 CGST ആക്ട് 2017 ആണ്. ഇനി എന്താണ് ക്രെഡിറ്റ് നോട്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചപ്പോൾ ഉപയോഗിച്ച ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡെഫിനേഷൻ അല്ല ഇവിടെ വരുന്നത്. എന്നാൽ അതിന് ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ക്രെഡിറ്റ് നോട്ടിനോട് ഒരു ചായ്വുണ്ടെന്ന് മാത്രം. അതുപോലെ തന്നെയാണ് ഡെബിറ്റ് നോട്ടും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡെബിറ്റ് നോട്ടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് അതിനോടൊരു ചായ്വുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയുള്ള ടോപ്പിക്കാണ് ക്രെഡിറ്റ് നോട്ട് എന്താണെന്നുള്ളതും ഡെബിറ്റ് നോട്ട് എന്താണെന്നുള്ളതും. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. Where a tax invoice has been issued for supply of any goods or service or both, a credit note shall be issued by a registered person who has supplied goods or services under the following circumstances. ആരാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്ത് ഇഷ്യൂ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. എപ്പോഴാണ് ഈ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? എ ടാക്സ് ഇൻവോയ്സ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ്. ഒരു ടാക്സ് ഇൻവോയ്സ് സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസോ ചെയ്തപ്പോൾ ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. രണ്ടാമത്തത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തിരിക്കണം? ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള 2 കണ്ടീഷനും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസിൽ എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇനി താഴെ പറയുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് ചാർജ്ഡ് ഇൻ ദ ടാക്സ് ഇൻവോയ്സ് ഈസ് ഫൗണ്ട് ടു എക്സീഡ് ദ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് സപ്ലൈ. ഒരു സപ്ലൈ ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ വാല്യൂ, അതായത് അതിൻ്റെ ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ആ ഇൻവോയ്സിൽ ചാർജ് ചെയ്തിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് ഇൻ ദ ടാക്സ് ഇൻവോയ്സ് ഈസ് ഫൗണ്ട് ടു എക്സീഡ് ദ ടാക്സബിൾ വാല്യൂ. ടാക്സബിൾ വാല്യൂവിനേക്കാൾ കൂടുകയോ അല്ലെങ്കിൽ ടാക്സ് കൊടുത്തിട്ടുള്ളതിനേക്കാൾ കൂടുകയോ ആണെങ്കിൽ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്തിട്ടുള്ളത് ടാക്സ് ഇൻവോയ്സിൽ എത്രയാണോ ഉള്ളത് ആ എമൗണ്ട് എന്തിനേക്കാൾ കൂടുതലാണ്? ടാക്സബിൾ വാല്യൂവിനേക്കോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട എമൗണ്ടിനേക്കുള്ള കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് സർക്കംസ്റ്റാൻസസ്, ദ ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ ദ സപ്ലയർ. ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത് സപ്ലയർ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് സപ്ലൈഡ് ആർ ഫൗണ്ട് ടു ബി നമ്മളുടെ സപ്ലൈ ചെയ്തിട്ടുള്ള ഗുഡ്സ് ഡിഫക്റ്റീവോ അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് 3 സിറ്റുവേഷൻസ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്? ടാക്സബിൾ ഇൻവോയ്സിൽ കൊടുത്തിട്ടുള്ള ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്തിട്ടുള്ളത്
ടാക്സബിൾ വാല്യൂവിനേക്കാളോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട എമൗണ്ടിനേക്കാളോ കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത് സപ്ലയർ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കേസ് സപ്ലൈ ചെയ്തിട്ടുള്ള ഗുഡ്സ് ഡിഫക്റ്റീവോ അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലാണ് എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്? ക്രെഡിറ്റ് നോട്ട്. ആർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ആ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ടാക്സബിൾ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ഇഷ്യൂ ചെയ്യാവും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. Any registered person who issue a credit note shall declare the details of credit note in the return for the month during which such a credit note has been issued, but not later than September following the end of the financial year in which such supply was made, or the date of furnishing of the relevant annual return, whichever is earlier, and the tax liability shall be adjusted in the prescribed manner. ഇനി എപ്പോഴൊക്കെയാണ് ഈ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് GST ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുക? ഈ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഇഷ്യൂസ് എ ക്രെഡിറ്റ് നോട്ട്, ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാൾ ഡിക്ലെയർ ദ ഡീറ്റെയിൽസ്, അതിൽ പറയുന്ന എല്ലാ ഇൻഫോർമേഷൻസും എന്ത് ചെയ്തിരിക്കണം? ഡിക്ലെയർ ചെയ്തിരിക്കണം. എങ്ങനെ ഡിക്ലെയർ ചെയ്തിരിക്കണം? ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓഫ് ക്രെഡിറ്റ് നോട്ട് ഇൻ ദ റിട്ടേൺ ഫോർ ദ മന്ത് ഡ്യൂറിങ് വിച്ച് സച്ച് എ ക്രെഡിറ്റ് നോട്ട് ഹാസ് ബീൻ ഇഷ്യൂഡ്. എന്നാണോ ആ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് നോട്ടിൽ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും ഡിക്ലെയർ ചെയ്തിരിക്കണം. ബട്ട് നോട്ട് ലേറ്റർ ദാൻ സെപ്റ്റംബർ following the end of the financial year in which such supply was made, or the date of furnishing of the relevant annual return, whichever is earlier. പക്ഷേ എന്താവാനായിട്ട് പാടില്ല? ബട്ട് നോട്ട് ലേറ്റർ ദാൻ സെപ്റ്റംബറിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് പോവാനായിട്ട് പാടില്ല. അതായത് സെപ്റ്റംബറിനുള്ളിലായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഈ ഇൻഫോർമേഷൻസ് GST റിട്ടേണിൽ അറിയിച്ചിരിക്കണം. ഫോളോയിങ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബറിനേക്കാൾ മുമ്പായിട്ട് തന്നെ ഈ ഇൻഫോർമേഷൻസ് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇൻ വിച്ച് സച്ച് സപ്ലൈ വാസ് മെയ്ഡ്, ഓർ ദ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ഓഫ് ദ റെലവൻറ്റ് ആനുവൽ റിട്ടേൺ, അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫർണിഷ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പായിട്ട് തന്നെ ഈ ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് നോട്ടിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആരെ അറിയിച്ചിരിക്കണം? GST ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരിക്കണം. അതിൽ ഏത് ഡേറ്റ് ആണോ മുമ്പ്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫോളോ ചെയ്യുന്ന ഒരു സെപ്റ്റംബറോ അല്ലെങ്കിൽ അതിൻ്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുമ്പോ, ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് ആ ഡേറ്റിലാണ് എന്ത് ഇഷ്യൂ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് നോട്ടിൻ്റെ ഇൻഫോർമേഷൻസ് GST ഡിപ്പാർട്ട്മെൻറ്റിന് അറിയിക്കേണ്ടത്. ആൻഡ് ദ ടാക്സ് ലയബിലിറ്റി ഷാൽ ബി അഡ്ജസ്റ്റഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. GST ആക്ട് പ്രകാരം ഈ വരുന്ന ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്ഷൻ 34 പ്രകാരം ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണെന്നുള്ളതും ആരൊക്കെയാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതും ആ ഇഷ്യൂ ചെയ്തതിന് ശേഷം GST ഡിപ്പാർട്ട്മെൻറ്റിനെ ആ ക്രെഡിറ്റ് നോട്ടിൽ പറയുന്ന എല്ലാ ഇൻഫോർമേഷൻസും റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഫർണിഷ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ലയബിലിറ്റി GST ആക്ട് പ്രകാരം തന്നെ എന്ത് ചെയ്തിരിക്കണം? അത് പേ ചെയ്തിരിക്കണം. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ടാണ്. സെക്ഷൻ 34 പ്രകാരം GST ആക്ടിൽ എന്തിനെയാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്? Where a tax invoice has been issued for the supply of any goods or service or both, and the taxable value or tax charged in the invoice is found to be less than the taxable value or tax payable in respect of such supply, the registered person who has supplied the goods or service shall issue a debit note to the recipient containing the prescribed particulars. കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഒരേ ഒരു വേർഡേ നിങ്ങൾക്ക് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും തമ്മിൽ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ സെയിം ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ ക്രെഡിറ്റ് നോട്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് മോർ ദാൻ ആവുമ്പോഴാണ്, അതായത് എക്സീഡ് ദ ടാക്സബിൾ വാല്യൂ, അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണ്? ടാക്സബിൾ വാല്യൂ എക്സീഡ് ചെയ്യുമ്പോൾ. ഇവിടെ എന്താണ്? ലെസ് ദാൻ. അപ്പോൾ അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റാവുന്നതാണ്. ഡെബിറ്റ് നോട്ടിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയും
ആ ഇഷ്യൂ ചെയ്തിട്ടുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് അതിൽ കാണിച്ചിട്ടുള്ള ടാക്സബിൾ വാല്യൂയോ അല്ലെങ്കിൽ അതിൽ ചാർജ് ചെയ്തിട്ടുള്ള ടാക്സ് ഇൻവോയ്സിൽ ചാർജ് ചെയ്തിട്ടുള്ള ടാക്സബിൾ വാല്യൂയോ അല്ലെങ്കിൽ ടാക്സോ എന്ത് കൂടുതലായിട്ട് തോന്നിക്കില്ല, കുറവായിട്ട് വരികയാണ്. ആക്ച്വലായിട്ട് കൊടുക്കേണ്ട ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതിനേക്കാൾ കുറവാണെങ്കിൽ ആ സന്ദർഭത്തിലാണ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? റെസിപ്പിയൻറ്റിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിലെന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? ഈ പറയുന്ന ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഡെബിറ്റ് നോട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടിയും പറയാം, ഒരു ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗുഡ്സോ സർവീസോ ആണ് എന്നുണ്ടെങ്കിൽ ആ ടാക്സ് ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്തിട്ടുള്ളതോ ആക്ച്വലായിട്ടുള്ള ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറവാണെങ്കിലാണ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ എന്താണോ വ്യത്യാസം വന്നിട്ടുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുകയും ആ ഡെബിറ്റ് നോട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്, റെസിപ്പിയൻറ്റിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് തന്നെ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതാണ്. The registered person who issues a debit note shall declare the details of such debit note in the return for the month during which such debit note has been issued and the tax liability shall be adjusted. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണോ ആ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം, അതിൽ ഡെബിറ്റ് നോട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്തിരിക്കണം. അപ്പോൾ ഡെബിറ്റ് നോട്ടിൽ എന്താണോ ചേഞ്ച് വന്നിട്ടുള്ളത് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആ മന്തിൽ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ രജിസ്റ്റേർഡ് പേഴ്സൺ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ടാക്സ് ലയബിലിറ്റിയിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്ത് ചെയ്യാവുന്നതാണ്, പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡെബിറ്റ് നോട്ട് ഷാൽ ഇൻക്ലൂഡ് എ സപ്ലിമെൻ്ററി ഇൻവോയ്സ്. ഡെബിറ്റ് നോട്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്, ഒരു സപ്ലിമെൻ്ററി ഇൻവോയ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെബിറ്റ് നോട്ട് എന്താണെന്നുള്ളതും ക്രെഡിറ്റ് നോട്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. എല്ലാ പ്രാവശ്യം ചോദിക്കാവുന്നൊരു ചോദ്യമാണ് എന്താണ് ഡെബിറ്റ് നോട്ട്, എന്താണ് ക്രെഡിറ്റ് നോട്ട്. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. അതായത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് ഒരു ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സ് ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ടുള്ള ടാക്സ് കൂടുതലാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്, ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതേസമയം ടാക്സ് ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ചാർജ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആക്ച്വലായിട്ട് ചാർജ് ചെയ്യേണ്ട ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് കുറവാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. രണ്ടും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, സപ്ലയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ക്രെഡിറ്റ് നോട്ട് സപ്ലയർ ആണ്. രണ്ട് എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് നോട്ട് ആർക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്, സപ്ലയർക്ക് ഇഷ്യൂ ചെയ്യാവുന്നത്. രണ്ട് കേസിലാണെങ്കിലും സപ്ലയർ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതാണ്, അതിൽ ആ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്യേണ്ടതാണ്. ഇനി അത് ചെയ്യാത്ത പക്ഷം അത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്തിരിക്കണം. ഈ പറയുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫോളോയിങ് സെപ്റ്റംബറിനോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഏത് ഡേറ്റാണോ ആദ്യം വരുന്നത് ആ ഡേറ്റിന് മുമ്പെങ്കിലും ക്രെഡിറ്റ് നോട്ടിൽ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും GST ഡിപ്പാർട്ട്മെൻറ്റിൽ ഫർണിഷ് ചെയ്തിരിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ 11th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്, എന്താണ് ടാക്സ് ഇൻവോയ്സ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസും, രണ്ടാമത് പഠിച്ചത് ഇ-വേ ബില്ല്, അതുപോലെ തന്നെ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നതും ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ തിയറി ഒന്നും കൂടിയും വായിച്ച് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.